തന്റെ കുടുംബക്കാരോടൊത്ത് ജീവിക്കാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ലോ, തന്റെ കുടുംബത്തിന്റെ പ്രയാസങ്ങൾ കാരണം തന്റെ കുടുംബത്തിന്റെ പട്ടിണി മാറ്റാണ് കടങ്ങൾ തീർക്കോ, സ്വന്തം കുടുംബത്തിന്റെ സമാധാനത്തിന് സന്തോഷത്തിന് വേണ്ടി പ്രവാസ ലോകത്ത് കഷ്ടപ്പെടുന്ന ഒരുപാട് പ്രവാസികളായ ചെറുപ്പക്കാരുണ്ട്, സഹോദരങ്ങളുണ്ട്. നമ്മുടെ സന്തോഷ നിമിഷങ്ങളെ അവരെ മറക്കാൻ പാടില്ല. ഒരു പെരുന്നാൾ വന്നാ കുടുംബത്തോടൊപ്പം ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ, പ്രിയപ്പെട്ട മക്കളോടൊപ്പം ഇരുന്ന ഫോട്ടോ എടുക്കാൻ, പ്രിയപ്പെട്ട ഭാര്യയും മക്കളുമായി യാത്ര ചെയ്യാൻ ആഗ്രഹിക്കാത്ത പ്രവാസികളില്ല. പ്രിയപ്പെട്ട ഭാര്യ പെരുന്നാളിന് അയച്ചു കൊടുക്കുന്ന ഫോട്ടോ കണ്ടിട്ട് സന്തോഷമടയുന്ന പ്രിയപ്പെട്ട പ്രവാസികളായ സഹോദരങ്ങളില്ലേ, അവരുടെ വേദനകൾ മറക്കുകയോട് പ്രവാസ ലോകത്തേക്ക് കടന്നു പോകുന്ന പ്രിയപ്പെട്ട പ്രവാസികളില്ലേ, അവരുടെ കൂട്ടുകാരോടൊത്ത് കടന്നു പോകാൻ ആഗ്രഹമില്ലാത്തത് കൊണ്ടാണോ, കൂട്ടുകാരോടൊത്ത് ജീവിക്കാൻ ആഗ്രഹമില്ലാത്തത് കൊണ്ടാണോ കടങ്ങൾ കൂടി പോയി. പ്രിയപ്പെട്ട ഭാര്യ നോക്കണം, മക്കൾ നോക്കണമല്ലോ, ഭാര്യ നല്ല ഭക്ഷണം കഴിക്കട്ടെ, മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടട്ടെ, എല്ലാം മറന്നുകൊണ്ട് ത്യാഗസന്നദ്ധരായി കടന്നു പോകുന്ന പ്രവാസികളില്ലേ, അവന്റെ മനസ്സിന്റെ ഉള്ളിലുള്ള വേദനകളെ കുറിച്ച് എന്തേ നിങ്ങൾ ചിന്തിക്കാത്തതോ, അവന്റെ മനസ്സിന്റെ ബേജാറിനെ കുറിച്ച് നമ്മൾ എന്തേ അറിയാതെ പോകുന്നതോ. ദുആ ചെയ്യണം പെങ്ങളെ, അവർക്ക് വേണ്ടി ദുആ ചെയ്യാതെ നിസ്കാരപ്പായിൽ നിന്ന് എഴുന്നേക്കല്ല മോളെ. അവൻ കടന്നു പോകുന്നത് നിനക്ക് വേണ്ടിയിട്ടാ, അവൻ കഷ്ടപ്പെടുന്നത് നിനക്ക് വേണ്ടിയിട്ടാ. നല്ല ഭക്ഷണം പോലും ആ പാവപ്പെട്ടവൻ കഴിച്ചിട്ടുണ്ടാവില്ല. അവന്റെ ആഗ്രഹങ്ങൾ പോലും മറന്നുകൊണ്ട് നിനക്ക് വേണ്ടി സമ്പാദ്യങ്ങൾ ചിലവാക്കുമ്പോ മക്കളൊരു ആഗ്രഹം പറഞ്ഞ അത് കടം വാങ്ങിയിട്ടാണെങ്കിൽ പോലും ആ പാവപ്പെട്ടവന് സാധിച്ചു കൊടുക്കുന്നതോ അവന് കുടുംബത്തോടുള്ള പ്രതിബദ്ധത കൊണ്ടാ, അവന് കുടുംബത്തോടുള്ള സ്നേഹം കൊണ്ടാ. അതുകൊണ്ട് അവനെ പ്രയാസപ്പെടുത്തല്ലേ, അവനെ നൊമ്പരപ്പെടുത്തല്ലേ, അവന് വേദന ഉണ്ടാകുന്നൊരു വാക്ക് പോലും നീ പറയാൻ പാടില്ല.